അല്ല, ഉദാഹരണങ്ങൾ ഒരുപാട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വിഷയം തന്നെയാണ് ഇത്. നോക്കുകൂലിയുടെ വിഷയം മാത്രമല്ല, കേരളത്തിൽ ഈ ചുമട്ടുതൊഴിലാളി പ്രസ്ഥാനം തന്നെ വരുന്നത് ഈ അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾ ഒരു നിയന്ത്രണവുമില്ലാതെ പലതരത്തിൽപ്പെട്ട മോശം പ്രവൃത്തികൾ ചെയ്തിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അരനൂറ്റാണ്ടുകൾക്ക് മുന്നേ ഞാൻ ചാലയിൽ നിന്ന് വരുന്ന ആളാണ്. ചാലയുടെ എല്ലാ സ്ഥിതിയും അറിയുന്ന ഒരുത്തനാണ്. അപ്പോൾ തൊഴിലാളികളുടെ ജീവിതം, തൊഴിലാളികളുടെ പെരുമാറ്റം എല്ലാം വളരെ മോശമായിരുന്നു. ആ തൊഴിലാളികളെ ഇന്ന് കാണുന്ന രൂപത്തിൽ സമൂഹത്തിന് ഗുണമുള്ളവരായി മാറ്റിയത് ട്രേഡ് യൂണിയനുകളാണ്. ഞാൻ ഇദ്ദേഹം പറയും പോലെ CITUവിനെയോ INTUCയോ അങ്ങനെ തനിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ BMSഉം ഇതിൽ ഉൾപ്പെടും. എല്ലാ സംഘടനകളും ചുമട്ടുതൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കും. അവർ ചെയ്യുന്നത് ഒരു പണിയാണ് ചെയ്യുന്നത്. പണി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പോൾ കേരളത്തിലാണ് ആദ്യമായി ചുമട്ടുതൊഴിലാളികൾക്കൊരു നിയമം ഉണ്ടാവുന്നത്. 78 ആന്റണിയുടെ ഗവൺമെന്റ് അത് ആ നിയമം പാസാക്കി. 84 കരുണാകരന്റെ ഗവൺമെന്റാണ് അത് നടപ്പിലാക്കുന്നത്. പക്ഷേ അപ്പോഴും അത് പൂർണ്ണമായില്ല. 2 വാർഡിൽ മാത്രമാണ് നടപ്പിലാക്കുന്നത്. 86 വന്ന നയനാറിന്റെ ഗവൺമെന്റാണ് സ്റ്റേറ്റ് ഒട്ടുക്ക് ഇത് നടപ്പിലാക്കുന്നത്. അന്നും സ്കാറ്റേഡ് വിഭാഗം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം തൊഴിലാളിയുണ്ട്. അവർക്ക് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവരല്ല, അവർ സ്കാറ്റേഡായി ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ഭാഗത്ത് തന്നെ ചില വിഷയങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പത്രവാർത്ത വന്നുള്ളൂ. നമ്മുടെ ജനപ്രതിനിധികൾ എങ്ങനെയാവണം, ജനങ്ങളെ സഹായിക്കുന്നവരാവണ്ടേ. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു വാർത്ത വന്നു, ഒരു ജനപ്രതിനിധി അവർക്ക് കളഞ്ഞു കിട്ടിയ ഒരു ATM കാർഡ്, ആ ATM കാർഡ് എടുത്തിട്ട് വേറെ അതിന് ATM കാർഡ് കണ്ടുപിടിച്ചു കൊടുത്ത ആളിനെയും കൂടെ കൊണ്ടുപോയി ATM കൗണ്ടറിൽ പോയിട്ട് കാശ് വിഡ്രോ ചെയ്ത് പങ്കുവെച്ചെടുക്കുന്ന. അപ്പോൾ അങ്ങനെ അതൊക്കെ എല്ലാ സമൂഹത്തിൽ എല്ലായിടത്തും ഇല്ലേ. അധ്യാപകർ നല്ലവരല്ലേ, ഈ സമൂഹത്തെ വാർത്തെടുക്കുന്നവരല്ലേ അധ്യാപകർ. അവർക്കിടയിലും കുട്ടികളെ തല്ലുകയും കുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന എക്സംഷൻസ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. നോക്കുകൂലി വാങ്ങുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, നോക്കുകൂലി ഇപ്പോൾ CITUവിനാണല്ലോ ഇവിടെ കുറ്റം പറഞ്ഞത്, അദ്ദേഹം അടക്കമുള്ള ഒരു കുറ്റം പറഞ്ഞത്. വേളിയിൽ റോക്കറ്റ് ഇറക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ നോക്കുകൂലി വാങ്ങാൻ CITU പോയി എന്ന് പറഞ്ഞിട്ട് ചില പത്രങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചല്ലോ. യഥാർത്ഥത്തിൽ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ എന്തായിരുന്നു? അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളെല്ലാം കൂടെ ചേർന്നിട്ട് അവിടുത്തെ ഒരു സമുദായത്തിന്റെ നേതൃത്വത്തിൽ ലോറി തടഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾക്ക് പോലും CITUവിനെയും ട്രേഡ് യൂണിയനുകളെയും കരുവാക്കുന്ന സ്ഥിതിയുണ്ട്. യഥാർത്ഥത്തിൽ ട്രേഡ് യൂണിയനുകൾ സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ നോക്കുകൂലിക്കെതിരായിട്ടുള്ള ഒരു നിയമം വരുമായിരുന്നോ? ട്രേഡ് യൂണിയൻ സംഘടനകളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ചയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമല്ല ആദ്യം സംസാരിച്ച എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയമാണ്. ഞാൻ ചോദിച്ചിട്ട്, ഈ അടുത്ത കാലത്ത് നടന്ന വ്യവസായികളുടെ സംരംഭത്തിൽ ഏതെങ്കിലും ഒരാൾ ചുമട്ടുതൊഴിലാളികളുടെ നോക്കുകൂലി കൊണ്ടോ കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ കൊള്ളരുതായ്മ കൊണ്ടോ കേരളത്തിൽ വ്യവസായങ്ങൾ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ഉള്ള അന്തരീക്ഷം വ്യവസായങ്ങൾ കൂടുതലായി വരാൻ കഴിയുന്ന അന്തരീക്ഷമാണെന്ന് പറഞ്ഞില്ലേ? എന്താ നിർമ്മലാ സീതാരാമന്റെ സ്റ്റേറ്റ്മെന്റ്? നിർമ്മലാ സീതാരാമന്റെ സ്റ്റേറ്റ്മെന്റ് വ്യാവസായികമായി വ്യാവസായികമായി പുരോഗമിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്ന സംസ്ഥാനമാണ്, കുറേയേറെ മുന്നോട്ട് പോയിരിക്കുന്നു. അതിനെ തുരങ്കം വെക്കാൻ വേണ്ടിയല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, മണിപ്പൂരിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്തിനാ കേരളത്തിലെ ചുമട്ടുതൊഴിലാളികളുടെ നോക്കുകൂലി വിഷയം എടുത്ത് പറയുന്നത്? ചർച്ച അവിടെ നടക്കുന്നത് മണിപ്പൂരിന്റെ വിഷയമാണ്. അപ്പൊ കേരളത്തിലെ ചുമട്ടുതൊഴിലാളികൾ നോക്കുകൂലി വാങ്ങുന്നു എന്ന വിഷയം എടുത്തിടുന്നത് തന്നെ പൊളിറ്റിക്സ് ആണ്, അവരുടെ രാഷ്ട്രീയമാണ്. അവർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമായി ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർ രാജ്യസഭയിൽ നടത്തിയത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കേരളത്തിൽ നോക്കുകൂലി ആരെങ്കിലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട് വന്ന പരാതിയിൽ കേരളത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി തന്നെ ഇടപെട്ടുകൊണ്ട് വളരെ കർശനമായി അവരുടെ കാർഡ് തിരിച്ചു വാങ്ങി. കാർഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൊടുക്കുന്ന കാർഡാണ്, CITU കൊടുക്കുന്ന കാർഡൊന്നുമല്ല. അത് വിവരമില്ലാതെ പറയുകയാണ്. കാർഡ് കൊടുക്കുന്നത് ഗവൺമെന്റ് ലേബർ ഓഫീസർമാർ കൊടുക്കുന്ന കാർഡാണ്. ആ കാർഡ് തിരിച്ചു വാങ്ങി അവരെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കി. അങ്ങനെ കർശനമായിട്ട് ആ നിയമം കർശനമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഈ നിയമമേ ഇല്ലാതെ ജനങ്ങളെ കൊല്ലുകയും തല്ലുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥിതി തിരുത്തിയിട്ട് പോരെ കേരളത്തിന്റെ കാര്യത്തിൽ ഈ നിർമ്മലാ സീതാരാമൻ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി സ്റ്റേറ്റ്മെന്റ് നടത്താൻ?